നമസ്തേ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ സെക്ഷനിലെ പ്രോബ്ലം സെക്ഷനാണ്. കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ പ്രോബ്ലംസിൻ്റെ സെക്ഷൻ നമുക്ക് 2-3 ക്ലാസ്സുകളായിട്ട് എടുക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ഒരു 3 പ്രോബ്ലംസാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോബ്ലം. എ ബസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ of 0.1 meter per second square for 2 minutes. Find speed acquired and the distance traveled. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം അതിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് അറിയാവുന്നതുണ്ട് അത് എഴുതി വയ്ക്കണം. ഫസ്റ്റ്, എ ബസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഓഫ് 0.1. So acceleration is equal to 0.1 meter per second square for 2 minutes. Time തന്നിട്ടുണ്ട് 2 minutes. നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. സോ 120 seconds എന്ന് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് സ്പീഡാണ് കാണേണ്ടത്. സോ ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? V is equal to U plus AT. എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. സോ യു എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് യു 0 ആണ്. പ്ലസ് എ എന്ന് പറയുന്നത് 0.1 ഇൻറ്റു 120 സെക്കൻഡ്സ്. ഓക്കെ, 0.1 ഇൻറ്റു 120. സോ നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 12 ആണ്. 12 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ സ്പീഡ് അക്വേർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് എ ക്വസ്റ്റ്യൻ ഓവർ നൗ ബി, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. യു എത്രയാണ്? നമുക്ക് 0 ആണ്. ടി 120 ആണ്. പ്ലസ് ഹാഫ് ഇൻറ്റു 0.1 ഇൻറ്റു 120 സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 120 സ്ക്വയർ. സോ ഫസ്റ്റ് ടേം നമുക്കിവിടെ 0 ആയി. പ്ലസ് 1/2 ഇൻറ്റു 0.1 ഇൻറ്റു ഇവിടെ നമുക്ക് വരുന്നത് 120 ഇൻറ്റു 120 ആണ്. ഓക്കെ, സോ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കട്ട് ഷോർട്ട് ചെയ്യണമെങ്കിൽ കട്ട് ഷോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കട്ട് ഷോർട്ട് ചെയ്യാനാണ് പോകുന്നത്. സോ 60 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 60 ഇൻറ്റു 120 ചെയ്യണം. അത് ഇൻറ്റു 0.1 കൂടെ നമുക്ക് ചെയ്യണം. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്രയും മൾട്ടിപ്ലിക്കേഷൻസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 720 മീറ്റർ ആണ്. 720 ആണ് ആൻസർ വരുന്നത്. സോ 720 എസ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ 720 യൂണിറ്റ് മീറ്ററിലാണ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമുക്കിവിടെ യു തന്നിട്ടുണ്ട്, ആക്സലറേഷൻ എ തന്നിട്ടുണ്ട്, ടൈം ടി തന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ടൈം 2 minutes ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് യൂസ് ചെയ്യാം. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കിട്ടും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കവേർഡ് കിട്ടും. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ റേസിംഗ് കാർ ഹാസ് എ യൂണിഫോം ആക്സലറേഷൻ ഓഫ് 4 meter per second square. What distance will it cover in 10 seconds after start? സോ സെയിം ഇക്വേഷൻ ആണ് നമുക്കിപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. എ റേസിംഗ് കാർ ഹാസ് എ യൂണിഫോം ആക്സലറേഷൻ ഓഫ് 4 meter per second square. സോ ആക്സലറേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 4 meter per second square തന്നിട്ടുണ്ട്. വാട്ട് ഡിസ്റ്റൻസ് വിൽ ഇറ്റ് കവർ ഇൻ 10 seconds? എത്ര ഡിസ്റ്റൻസ് അതിന് കവർ ചെയ്യാൻ പറ്റും 10 secondsൽ ആഫ്റ്റർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. സോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി ഇസ് 0. യു ഇസ് ഈക്വൽ ടു 0 കിട്ടി. എത്ര സെക്കൻഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 10 സെക്കൻഡിൻ്റെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സെയിം ഇക്വേഷൻ ആണ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു 0 ഇൻറ്റു 10 പ്ലസ് ഹാഫ് എ എത്രയാണ്? 4 ആണ്. ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 10 ഇൻറ്റു 10. 10 സ്ക്വയർ മീൻസ് 10 ഇൻറ്റു 10. സോ കട്ട് ഷോർട്ട് ചെയ്യാം. ഇവിടെ ഈ ടേം 0 ആയി പോയി. പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 200 ആണ് വരുന്നത്. സോ ഫൈനൽ ആൻസർ ഈസ് 200. Then what is the unit?
S is equal to, we are calculating distance. So unit meter. Okay, 200 meter is the answer. Clear? രണ്ട് പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് അടുത്ത 2 പ്രോബ്ലംസും കൂടെ ചെയ്യാം. ഓരോ ക്ലാസ്സിലും രണ്ട് പ്രോബ്ലംസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാരലായിട്ട് നമ്മുടെ മെയിൻ പോർഷനും കൂടെ പോകണം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷനാണ്. അതും പാരലായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ രണ്ട് പ്രോബ്ലംസ് വെച്ചാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.